ഈ മൃദംഗനാഥം മൃദംഗവിഷൻ പരിപാടിയുടെ പേരിൽ നടത്തിയത് വ്യാപക പിരിവെന്ന പരാതിയും വരുന്നുണ്ട്. സംഘാടകർ 1 കോടിയിലധികം രൂപ പിരിച്ചു. ഒരു കുട്ടിയിൽ നിന്നും പിരിച്ചത് 2000 രൂപയാണ്. അങ്ങനെ 12,000 കുട്ടികളിൽ നിന്നായി പണം പിരിച്ചിട്ടുണ്ട്. കാഴ്ചക്കാർക്ക് 140 മുതൽ 300 രൂപ വരെ ടിക്കറ്റും ആവശ്യമായിരുന്നു എന്ന് രക്ഷിതാവ് ബിജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. ഒരു കുട്ടിയോട് 3500 രൂപ വീതം ഇവർ വാങ്ങിയിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾക്കോ അല്ലെങ്കിൽ വന്ന VIP-കൾക്കോ ഒന്നും ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാനോ അവർക്കൊരു ഭക്ഷണം ഒരുക്കുന്നതിലോ ഒന്നും ഇവർക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. എൻ്റെ മോൾ അതിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ലൈവ് അത് കാണാനായിട്ട് വെക്കുമ്പോഴാണ് ഉമാ തോമസിന് അങ്ങനെ വീണ് ഇത്രയും ഗുരുതരമായ പരിക്കുണ്ടെന്നറിയുന്നത്. ഇത്രയും വലിയ തുക 3600 രൂപയോളം ഒരു കുട്ടിയോട് ഇവർ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് സ്വന്തമാക്കുന്നത് മൃദംഗ വിഷൻ എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇവർക്ക് അങ്ങനെ ഒരു റെക്കോർഡ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ നൃത്ത വിദ്യാലയങ്ങളിലുള്ള കുട്ടികളിൽ നിന്നും ഇത്രയും വലിയൊരു പണപ്പിരിവ് നടത്തി കോടികൾ കണക്കിന് രൂപ വാങ്ങി ഇവരെടുത്തിട്ട് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ മനസ്സിലാവുന്നില്ല. ശരി, സഹീൻ ആന്റണിയുടെ വിവരങ്ങളുമായിട്ട്. സഹീൻ, ഈ സംഘാടനത്തിലെ പിഴവ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ അതിനുമപ്പുറം പുറത്തു വരുന്ന വലിയൊരു തട്ടിപ്പാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 12,000 കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഈ ഗിന്നസ് റെക്കോർഡിലേക്ക് വരുന്നു എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും കുട്ടികൾ അതിൽ ആകൃഷ്ടരാകും. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷിതാക്കൾ അവരെ അതിന് സഹായിക്കുകയും ചെയ്യും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ മൃദംഗ വിഷന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള കാര്യം അറിയണം. കാരണം നടന്നിരിക്കുന്നത് വലിയ പണപ്പിരിവാണ്. 12,000 കുട്ടികളിൽ നിന്ന് 2000 രൂപ വെച്ച് പിരിച്ചാൽ തന്നെ കോടികളാണ്. 1 കോടിയിലധികം രൂപയായിരിക്കുന്നു. ഈ പല കുട്ടികളിൽ നിന്നും പലതരത്തിലുള്ള കാശാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് അറിയണം. ഈ രക്ഷിതാവിന്റെ വാക്കുകളിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? സേതു, അത് തന്നെയാണ്. കുറഞ്ഞ തുക 2000 രൂപയും കൂടിയ തുക 3500 മുതൽ 5000 രൂപയുമാണ്. അങ്ങനെ പല കുട്ടികളിൽ നിന്നായി പല തുകയാണ് വാങ്ങിയിരിക്കുന്നത്. 12,000 കുട്ടികളിൽ നിന്നും ഈ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മനസ്സിലാക്കേണ്ടത് വ്യാപകമായ ഒരു പണപ്പിരിവ്, വ്യാപകമായ ഒരു തട്ടിപ്പ് ഇതിന് പുറകിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 4 കോടിയോളം രൂപയാണ് കുട്ടികളിൽ നിന്ന് മാത്രമായി ഈ സംഘടന പിരിച്ചെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് കാണാനെത്തുന്ന, പരിപാടി കാണാനെത്തുന്ന ആളുകളുണ്ട്. ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ, ഒപ്പം തന്നെ ബന്ധുക്കൾ തുടങ്ങിയ ആളുകളൊക്കെ ഈ പരിപാടി കാണാനെത്തിയിരുന്നു. അവരിൽ നിന്ന് 140 മുതൽ 300 രൂപ വരെയാണ് പിരിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ വ്യാപകമായ ഒരു പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. കൂടാതെ വസ്ത്രവ്യാപാരശാലകൾ, ആഭരണശാലകൾ, ഇവിടെ നിന്നെല്ലാം പരസ്യങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഒരു തട്ടിപ്പ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നടക്കുന്ന പരിപാടിയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും എല്ലാവരെയും വിളിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ മന്ത്രി പി രാജീവ് അദ്ദേഹം പറയുന്നു, അദ്ദേഹം ഇന്നലെയാണ് ഈ പരിപാടിയെക്കുറിച്ച് അറിയുന്നത് എന്നുള്ളതാണ്. പക്ഷേ മറ്റ് മന്ത്രിമാരെയും മറ്റ് ജനപ്രതിനിധികളെയും എല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഇത് സർക്കാരിൻ്റെ അനുമതി ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. കൂടാതെ 3500 രൂപ അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് ഒരു വേൾഡ് റെക്കോർഡ് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാൻ ഒരു കുട്ടിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് നർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ പണം ആദ്യം കൊടുക്കാൻ എല്ലാവരും തയ്യാറാകുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മൃദംഗ ഭവൻ എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് ഒരു റെക്കോർഡ് നേടുന്നതിന് വേണ്ടി ഈ കുട്ടികളെ ഇരയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. വ്യാപകമായ പണപ്പിരിവ് നടത്തിയിരിക്കുന്നു, തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ പരിശോധന നടത്തും, അന്വേഷണം നടത്തും എന്നുള്ളതും മന്ത്രി പി രാജീവ് പറയുകയുണ്ടായി. കൂടാതെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പരാതി നൽകണമെങ്കിൽ കൃത്യമായി തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി നൽകണം. കാരണം ഇവിടെ GST വിഭാഗമുണ്ട്. കൂടാതെ ഇത്തരത്തിൽ സെയിൽസ് ടാക്സ് അടക്കമുള്ള പല ടാക്സ് വിഭാഗങ്ങളുണ്ട്, രഹസ്യ പോലീസുണ്ട്. ഇവരുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടത്തിയ വലിയ തട്ടിപ്പ്, സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കുട്ടികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പാണിത്. അതും നൃത്തത്തിൻ്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ്. കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഈ സ്വാഭാവികമായും ഇത്തരം വേദികളിൽ പങ്കെടുക്കാൻ എല്ലാ നൃത്തം അഭ്യസിക്കുന്ന ആളുകളും ആഗ്രഹിക്കും. കാരണം ഇത്രയധികം ആളുകൾ വരുന്ന പരിപാടിയാണ്. അതിൽ താനും പങ്കാളിയാവുന്നു, തനിക്കും ഒരു ഗിന്നസ് റെക്കോർഡ് കിട്ടുന്നു എന്നുള്ളത് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ ആഗ്രഹങ്ങളെ മുതലെടുത്തുകൊണ്ട് ബ്ലേഡ് പലിശ കമ്പനികളെല്ലാം നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ മണി ചെയിൻ കമ്പനികൾ നടത്തുന്ന തട്ടിപ്പ് പോലെ, ആ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് ഇതിന് പുറകിൽ നടന്നിരിക്കുന്നത്. സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കേണ്ട ഗുരുതരമായ ഒരു കുറ്റം, ആ കുറ്റം നമ്മുടെ നാട്ടിൽ, നമ്മുടെ കൺമുന്നിൽ നടന്നിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ ഒരു MLA ക്ക് ഗുരുതരമായി പരിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്
ഇതിനിടെ സംഭവിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണമായത് ഈ പണത്തോടുള്ള അല്ലെങ്കിൽ ഈ പണപ്പിരിവിന് വേണ്ടി നടത്തിയ ഈ തട്ടിപ്പ് തന്നെയാണ്. ഈ പരിപാടി പൂർണ്ണമായിട്ടും ഒരു തട്ടിപ്പാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. സ്വാതി. യെസ്, ശരി സഹിൻ, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കുട്ടികളെ കരുവാക്കി നടന്ന വലിയൊരു തട്ടിപ്പ്, നമ്മുടെ സുരക്ഷാ ഏജൻസികളെ നോക്കുകുത്തികളാക്കി നടന്ന വലിയൊരു തട്ടിപ്പ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ കൂടുതലായി പുറത്തു വരും. ഈ സംഘാടകരെ ചോദ്യം ചെയ്യുന്നതിലൂടെയാകും ഇവരുടെ ഉദ്ദേശം എന്തായിരുന്നു, ഈ വ്യാപക പണപ്പിരിവിന് പിന്നിൽ എന്താണ്, എത്ര കോടി. കാരണം ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതനുസരിച്ച് 12,000 കുട്ടികളിൽ നിന്നാകുമ്പോൾ തന്നെ കോടികളായി, കാഴ്ചക്കാരിൽ നിന്ന് പിരിക്കുന്നതായി. അതിനൊപ്പം തന്നെ ഓരോ നൃത്ത സ്കൂളുകൾക്കും ഇതിൽ നിന്ന് കമ്മീഷനുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ കോടികളുടെ തട്ടിപ്പാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ സുരക്ഷാ ഏജൻസികളോ അന്വേഷണ സംഘമോ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് നാണക്കേടുമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.